ഹായ്, നമ്മളിന്നിപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവുകയാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സിനകത്ത് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സാധനമാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂണിറ്റ്സും മെഷർമെൻറ്റ്സും ഉപയോഗിക്കുന്നത്? അളക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ അളക്കാൻ വേണ്ടിയിട്ട്? ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ. അപ്പം അളക്കാൻ സാധിക്കുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റും? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാനായിട്ട് പറ്റും. അളക്കാൻ സാധിക്കുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ, ചൂട്, ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അളക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ലെങ്ത്ത്, ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെയിറ്റ്, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വെയിറ്റ് അളക്കാനായിട്ട് പറ്റും. അപ്പം ലോസ് ഓഫ് ഫിസിക്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടോ നമുക്ക് അളക്കാൻ സാധിക്കുന്ന എന്തൊരു സാധനത്തിനെയും നമ്മൾ ജനറലി എന്ത് പേരിട്ടാണ് വിളിക്കുക? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലാത്തൊരു സാധനം എന്താ? ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബുദ്ധി, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇൻ്റലിജൻസ്. ഒരാളുടെ ഇൻ്റലിജൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല? അളന്നെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതെന്തല്ല? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ അളന്നെടുക്കാൻ പറ്റുന്ന ഏതൊരു സംഗതിനെയും നമ്മൾ ജനറലി എന്ത് പേരിട്ട് വിളിക്കും? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. ഓക്കെ, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇത്രയും വലിയൊരു ചോക്കുണ്ട്, ഇത്രയും വലിയൊരു ടേബിളുണ്ട്. ടേബിളിൻ്റെ ലെങ്ത്ത് എനിക്ക് അളക്കണം. ലെങ്ത്ത് അളക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാനൊരു റോഡ് എടുത്തു, ഒരു ചെറിയ വടി എടുത്തു. ആ വടി ഇങ്ങനെ 3 പ്രാവശ്യം ഈ ഐപാഡിൻ്റെ വടി എടുത്തിട്ട് ഞാൻ അങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു 6 ടൈംസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ലെങ്ത്ത് കിട്ടി. മനസ്സിലായല്ലോ? അതായത് ഒരു റോഡ് എടുത്തു, ആ റോഡ് എടുത്തിട്ട് 6 വട്ടം അതിങ്ങനെ മടക്കി വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെച്ച് പോയി കഴിഞ്ഞപ്പോൾ ഒരു 6 ടൈംസ് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ റോഡിൻ്റെ ലെങ്ത്ത് കിട്ടി. അപ്പോൾ ഞാൻ റോഡിൻ്റെ ലെങ്ത്തിന് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു 6 ഇൻറ്റു വടീനെ തൽക്കാലം വി എന്നിട്ട് എഴുതി. ഇനി ഇതിൻ്റെ ഹാഫ് ലെങ്ത് ഉള്ളൊരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ അളക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 12 പ്രാവശ്യം മടക്കി വെക്കേണ്ടി വരും. അപ്പോൾ 2 സ്മോൾ വി എന്ന് കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കാനായിട്ട് അതിൻ്റെ അതേ സ്വഭാവമുള്ള ഒരു സാധനത്തിനെ വെച്ചിട്ട്, ഒരു സ്റ്റാൻഡേർഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ അളക്കാൻ, അല്ലെങ്കിൽ ഒരു അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ അളക്കാൻ അതിൻ്റെ അതേ സ്വഭാവമുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അളക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കൈൻ്റെ ലെങ്ത്ത് അളക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ വടി എടുക്കും, നീളമുള്ള വടി എടുക്കും. ആ വടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? 1-2 പ്രാവശ്യം ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കിട്ടും. അതിന് പകരം നമ്മൾ തെർമോമീറ്റർ ഉപയോഗിക്കുമോ? അല്ലെങ്കിൽ ഒരു റെയിൽ ഗൺ ഉപയോഗിക്കുമോ? ഇല്ല. അപ്പം ലെങ്ത്ത് അളക്കണമെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അതേ സ്വഭാവമുള്ളൊരു സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യണം. എന്നാലേ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ പ്രോപ്പറായിട്ട് അളക്കാനായിട്ട് പറ്റുള്ളൂ. ആ സ്റ്റാൻഡേർഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിനെ ജനറലി വിളിക്കുന്ന പേര് എന്നാണ് യൂണിറ്റ്. ഇനി യൂണിറ്റിൻ്റെ വലിപ്പം നമ്മൾ കുറച്ചൊന്ന് വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു വടിയുടെ ഹാഫ് ലെങ്ത് ഉള്ളൊരു വടിയാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? 12 പ്രാവശ്യം നമുക്ക് മടക്കി വെക്കേണ്ടി വരും. എന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ലെങ്ത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ് U1, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ മെഷർമെൻറ്റ് N1 ആണ്. മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത് U2, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് N2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ N1U1 ഈസ് ഈക്വൽ ടു N2U2. ഇഫ് U1 ഈസ് ഗ്രേറ്റർ ദാൻ U2 then N1 ഈസ് ലെസ് ദാൻ N2. മനസ്സിലായോ? എടാ U1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ചോക്ക് പീസിൻ്റെ കേസ് തന്നെ എടുത്തോ, അല്ലെങ്കിൽ വടിയുടെ കേസ് എടുത്തോ. ക്യാപിറ്റൽ V നമ്മൾ ഉപയോഗിച്ചത് സ്മോൾ വിയുടെ പ്രത്യേകത എന്താ? അതിൻ്റെ ഹാഫ് ലെങ്ത്തുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എത്ര വരുന്നത്? 6 ആണ് വരുന്നത്. അതിൽ പക്ഷേ സ്മോൾ ലെറ്റർ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ എത്ര വരുന്നത്? 12 V എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പം യൂണിറ്റിൻ്റെ
വലിപ്പം കുറയുന്നതിനനുസരിച്ചിട്ട് ന്യൂമറിക്കൽ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ന്യൂമറിക്കൽ വാല്യൂസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ യൂണിറ്റ്. ആസ് ദി യൂണിറ്റ് ചെറുതായാൽ ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ഇതിനെ നമ്മളൊരു ഗ്രാഫായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ് ആക്സിസിലെ എൻ, വൈ ആക്സിസിലെ എൻ, എക്സ് ആക്സിസിലെ യൂണിറ്റുമാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു കാര്യം, ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹൈപ്പർബോള. അതാ ഈ കാണുന്നൊരു ഷേപ്പായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എന്നും യുവും എന്താ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹൈപ്പർബോള. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഫണ്ടമെൻ്റലും അതേപോലെ തന്നെ ഡിറൈവ്ഡും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഇത് തിരിച്ചറിയാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ ഏരിയ നിങ്ങളുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു. ആദ്യം നിങ്ങൾ ചെയ്യാൻ പോണ പരിപാടി എന്താ, നിങ്ങളൊരു സ്റ്റാൻഡേർഡ് എടുക്കും. ആ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ, സെൻറ്റിമീറ്റർ സ്കെയിൽ. അപ്പോൾ സെൻറ്റിമീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇതിനളന്ന് ഇതിൻ്റെ ഒരു വശം അളന്നു 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ബാക്കിയുള്ള സ്ഥലങ്ങളും അളന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തെന്ന് പറഞ്ഞിട്ട് കിട്ടി, 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, വശം സ്ക്വയർ ചെയ്താൽ പോരെ. അപ്പോൾ 6 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 36 സെൻറ്റിമീറ്റർ. അങ്ങനെ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ ഈക്വൽ ടു 36 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിൽ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും ഈ പറഞ്ഞ ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നുമാണ്. ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ സാധനം എന്തുവാ, നേരിട്ട് നമ്മൾ അളന്നെടുക്കുന്നതായിട്ടുള്ള ബേസ് ക്വാണ്ടിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസാണ്. ഇഷ്ടിക പോലെ ഇപ്പോൾ വീട് കെട്ടാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇഷ്ടികയാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് ഏത് വലിപ്പമുള്ള വീട് വേണമെങ്കിലും നമുക്ക് കെട്ടാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ബ്രിക്കാണ് എന്തെന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ആ വീടെന്ന് പറയുന്ന സാധനമാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. കാര്യം മനസ്സിലായ? യെസ്. ശരി, ഇനി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എടുത്തോ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ 7 തരംതിരിച്ചിട്ടുണ്ട്. 7 എണ്ണം ഉണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഈ ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റീസും, ഫിസിക്സിലുള്ള ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ബേസ് ആയിട്ടുള്ള 7 ക്വാണ്ടിറ്റീസ്, ഫിസിക്സിലെ 7 ക്വാണ്ടിറ്റീസിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 7 ക്വാണ്ടിറ്റീസിൽ നിന്നാണ് ആര് ഡിറൈവ് ചെയ്തെടുക്കുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ ഫിക്സ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഏതൊക്കെയാണ് ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമുക്ക് നോക്കാം. ഒന്ന് ആദ്യത്തെ ലെങ്ത്ത്, സെക്കൻഡ് വൺ മാസ്, തേർഡ് വൺ ടൈം, ഫോർത്ത് വൺ ടെമ്പറേച്ചർ, ഫിഫ്ത്ത് വൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, സിക്സ്ത് വൺ കറൻറ്റ്, സെവൻത്ത് വൺ ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതാണ് 7 എന്തെന്ന് പറയുന്നത് ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ലെങ്ത്ത് അളക്കാൻ, മാസ് അളക്കാൻ, ടൈം അളക്കാൻ, ടെമ്പറേച്ചർ അളക്കാൻ. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അളക്കാനായിട്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം എമൗണ്ട് സാധനം ഉണ്ട് എന്നുള്ളത്. യെസ്, കറൻറ്റ്, ഫ്ലോ ഓഫ് കറൻറ്റ്. പിന്നെ അതേപോലെ തന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പ്രകാശം അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി, ലൈറ്റിന് എത്രത്തോളം പ്രകാശമുണ്ട് എന്ന് പറയുന്ന സാധനമാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓക്കെ, യെസ്. ഇനി ലെങ്ത്തിന് ഓക്കെ, ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനും ഒരു യൂണിറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് SI യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അളക്കാനായിട്ട് ഒരു ഫിക്സഡ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ജനറലി യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, യൂണിറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 7 യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്നത് പേര് SI യൂണിറ്റ്സ് എന്നാണ്, സിസ്റ്റം ഇൻ്റർനാഷണൽ ഡേ യൂണിറ്റ്സ്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മീറ്റർ, യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് യൂണിറ്റ്. ഓക്കെ, ലെങ്ത്ത് അളക്കാനായിട്ട് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് യൂണിറ്റ് ആണ് ഇത്, മീറ്റർ. പിന്നെ അതുപോലെ മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്, ടെമ്പറേച്ചറിന് കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോള്,
കറൻറ്റിന് ആംബിയർ, ലൂമിനസ് ഇൻറ്റൻസിറ്റിക്ക് എത്രയാണ്, കാൻഡല CD. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. ഓക്കെ, യെസ്. അപ്പോൾ ഈ 7 ക്വാണ്ടിറ്റീസാണ് എന്തെന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതിലൊന്നാമത്തെ ഏരിയ. ഏരിയ എന്താ പറഞ്ഞത്, ലെങ്ത് ഇൻറ്റു ലെങ്ത്ത്, ലെങ്ത് ഇൻറ്റു ലെങ്ത്ത്. അപ്പോൾ എത്രയായിരിക്കും യൂണിറ്റ് വരിക, മീറ്റർ ഇൻറ്റു മീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു മീറ്റർ സ്ക്വയർ. രണ്ടാമത്തത് സെക്കൻഡ് വൺ. അടുത്തത് എന്താ, വോളിയം. വോളിയം കൂട്ടിക്കോ. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ലെങ്ത്ത് ഈക്വൽ ടു എത്ര വരണത്, മീറ്റർ ഇൻറ്റു മീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരണത്, മീറ്റർ ക്യൂബ്. ഇനി മൂന്നാമത്തെ ക്വാണ്ടിറ്റി ഫോഴ്സ്. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കിലോഗ്രാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി മറ്റൊരു യൂണിറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു മീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ കിട്ടി, അതേപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടി. ഇനി ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെയും നമുക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ക്വാണ്ടിറ്റീനെ അളക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡാണ് യൂണിറ്റ്. ആ യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചിഹ്നങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏത്, മീറ്ററിന് M, കിലോഗ്രാമിന് kg, അതുപോലെ തന്നെ ടൈമിന് സെക്കൻഡ്, സ്മോൾ ലെറ്റർ S. ഇനി ഈ ക്വാണ്ടിറ്റീനെ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ചില ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ചില ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. കാര്യം പറഞ്ഞത് മനസ്സിലായോ? അതായത് ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 2 ഉണ്ട്, 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ അല്ലെങ്കിൽ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിന് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് യൂണിറ്റ് എന്ന് പറഞ്ഞു. ആ യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റേഴ്സാണ് കുറച്ച് നേരത്തെ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെൻ്റ് ചെയ്യും. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെറ്റേഴ്സ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യും. മാസിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ M ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലെങ്ത്തിനെ ക്യാപിറ്റൽ ലെറ്റർ L ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ടൈമിനെ ക്യാപിറ്റൽ ലെറ്റർ T എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോളിയം ഈക്വൽ ടു ലെങ്ത്ത് L ഇൻറ്റു L വിച്ച് ഈസ് ഈക്വൽ ടു L ക്യൂബ്. മനസ്സിലായല്ലോ? ഇനി സെയിം ഫോഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ മാസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ M ഉപയോഗിച്ചിട്ട്. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഇൻറ്റു ടൈം പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ, ബൈ T സ്ക്വയർ. T സ്ക്വയറിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, T⁻², അല്ലെങ്കിൽ 1/x നമ്മൾ x⁻⁻1, അല്ലെങ്കിൽ 1/x² x⁻²എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ ഇവിടെ mL T⁻². ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വർക്കിൻ്റെ റെപ്രസെൻ്റ് ചെയ്യാം. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, mL T⁻² ഇൻറ്റു L. അപ്പോൾ എത്രയായിരിക്കും വരിക, mL² T⁻². ഇനി ഒന്നുകൂടി ചെയ്യാം, പവറിനെ നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. അതെത്രയാണ്, mL² T⁻² ഹോൾ ഡിവൈഡഡ് ബൈ ടൈം, വിച്ച് ഈസ് ഈക്വൽ ടു mL² T⁻³ ഡയമെൻഷൻ ആയല്ലോ. യെസ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയി, അതുപോലെ പറഞ്ഞ് സംഗതിയായി. ഇതിൻ്റെ പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പവറാണെന്നർത്ഥം. എന്ന് നോക്കിക്കോ, വർക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിനകത്ത് മാസിന് എത്ര പവറുണ്ട്? മാസിന് എത്ര പവറുണ്ട്? 1. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ വർക്കിൽ ഫോഴ്സിലുള്ള മാസിൻ്റെ ഡയമെൻഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1. ഫോഴ്സിലുള്ള ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2. ഫോഴ്സിലുള്ള ടൈമിൻ്റെ ഡയമെൻഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -2. മനസ്സിലായ? അപ്പോൾ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടൻ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിൻ്റെ ഫോർമുല എഴുതാനായിട്ട് പറ്റും. അങ്ങനെ എഴുതുന്ന ഫോർമുലയിൽ ഓരോ ലെറ്ററിൻ്റെയും മുകളിലുള്ള പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡയമെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഫോർമുലേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എന്ത് ചെയ്യുന്നത്? ഇതുപോലെയുള്ള ലെറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട്. ഓൾറെഡി യൂണിറ്റിന് ലെറ്റേഴ്സ് ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ എന്തിനു കൂടിയിട്ടാണ് ഈ ലെറ്റേഴ്സ് പോലെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതിന് കാരണമുണ്ട്. അതിന് 3 യൂസസ് ആണുള്ളത്. 1, ടു ചെക്ക് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഫിസിക്സിലെ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡയമെൻഷണൽ കറക്റ്റ്നെസ്. അപ്പോൾ 2 എൻഡിലും ഫിസിക്സിന് ഒരു ഇക്വേഷൻ എന്താ പ്രത്യേകത? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. ആ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും കണക്ട് ചെയ്യുന്ന ഈ ഇക്വേഷൻ ഫോഴ്സ് F = ma. ഇവിടെ ഇപ്പുറത്തുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാ? ഫോഴ്സ്. ഇപ്പുറത്തുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാ? മാസ്. ഇവിടുത്തെ എന്താ? ആക്സിലറേഷൻ. അപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള അരിതമെറ്റിക് റിലേഷൻഷിപ്പിന്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡയമെൻഷണൽ ഫോർമുലയാണ്. ഫോഴ്സിൻ്റെ നമ്മൾ ഡയമെൻഷൻ എത്രയാണെന്നുള്ളത് പഠിച്ചു. m×L⁻⁻². F = ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. F = ma. ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ? mL⁻². മാസിൻ്റെ ഡയമെൻഷൻ എന്താ? m ഇൻറ്റു ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താ? L⁻². അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എന്താ വരുന്നത്? mL⁻². ഇപ്പുറത്തെ സൈഡിൽ എന്താ വരുന്നത്? mL⁻². അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറമുള്ള ഡയമെൻഷൻസ് എന്തായിരിക്കണം? നിർബന്ധമായിട്ടും ഡയമെൻഷൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇനി മറ്റൊരു ക്വാണ്ടിറ്റിയും കൂടി ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. ഇനി അതിൻ്റെ കൂടെ ഒരു സംഗതിയും കൂടി ഉണ്ട്. സെയിം ഡയമെൻഷൻസ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മാത്രമേ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. സെയിം ഡയമെൻഷൻസ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് F1 + F2 2 ഫോഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അല്ലാതെ ഒരു ഫോഴ്സിനെയും ആക്സലറേഷനും എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല? ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോഴ്സിനെയും ആക്സലറേഷനും മൈനസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. കാരണം എപ്പോഴും ആഡ് ചെയ്യുന്നതും ഈക്വൽ ടുവിൻ്റെ അപ്പുറവും എന്തായിരിക്കണം? ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു പ്ലസിൻ്റെ അപ്പുറവും അല്ലെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറവും നെഗറ്റീവിൻ്റെ അപ്പുറവും എന്തായിരിക്കണം? ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കണം. അതാണ് ആദ്യത്തെ സംഗതി. മനസ്സിലായല്ലോ? ശരി. ഇനി നമുക്കൊരു ഇക്വേഷൻ നോക്കാം. ഒരു ഇക്വേഷനും കൂടി നോക്കാം. വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്താ? L³ അല്ലേ? ലെങ്ത് ഇൻറ്റു ലെങ്ത് L രണ്ട് സൈഡ് സെയിം അല്ലേ? ടൈം പീരീഡ് T = √L/G. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമാണ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്താ? T. ഇപ്പുറത്തെ സൈഡിൽ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താ? L ആണല്ലോ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ എന്താ? L⁻². എല്ലാം വെട്ടിപ്പോയി. T⁻² മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ T² ആയി. അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാലോ T. അപ്പോൾ അപ്പുറമുള്ള ഡയമെൻഷൻസ് സെയിം അല്ലേ? അപ്പോൾ T = √L/G എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷനാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞൂടെ? അപ്പോൾ അവിടെയാണ് സെക്കൻഡ് പർപ്പസ് വരുന്നത്. ടു ചെക്ക് വെദർ ദ ഇക്വേഷൻ ടു ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്.
ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവർ 3 പേരും ഈക്വൽ ടു പ്രിൻസിപ്പിൾ